മൂൺലാൻഡ് കാട്ടിൽ ഇത് ജൂൺ മാസമായിരുന്നു. ചോട്ടു മാൻ, രാമു ആന തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോവുകയായിരുന്നു. എന്തൊരു ചൂടാണ്, എനിക്കിത് സഹിക്കാനേ കഴിയുന്നില്ല. പെട്ടെന്ന് ആകാശത്തിൽ നിന്നും സോനു കാക്ക താഴത്തോട്ട് വീണു. അല്ല, അത് സോനുപ്രാവല്ലേ? സോനുപ്രാവേ, നിനക്ക് എന്ത് പറ്റി? എനിക്ക് വളരെയധികം ദാഹിക്കുന്നുണ്ട്, പക്ഷെ കുളത്തിന്റെ കരയിലേക്ക് പോകാനുള്ള ആരോഗ്യമില്ല. അയ്യോ രാമുവാനെ, കണ്ടില്ല അവന്റെ അവസ്ഥ. അവനെ പെട്ടെന്ന് എഴുന്നേൽപ്പിക്കേ. രാമു ആന സോനു കാക്കേനെ തുമ്പിക്കൈ കൊണ്ട് പിടിച്ചു. എന്നിട്ട് എല്ലാവരും തടാകത്തിലോട്ട് പോയി. വെള്ളം കുടിച്ചപ്പോഴേക്കും സോനു കാക്കയ്ക്ക് ആശ്വാസം കിട്ടി. അങ്ങനെ ഇവര് രണ്ടുപേർക്കും വെള്ളം കുടിച്ച് ആശ്വാസം കിട്ടി. അപ്പോഴേക്കും അവിടെ ടീനുക്കിളി വന്നു. ഭയങ്കരമായി ദാഹിച്ചിരിക്കുകയായിരുന്നു. അവൾ വെള്ളം കുടിച്ചു. ഇവരെല്ലാരും നോക്കുമ്പോ ടീനുക്കിളിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നു. എന്തു പറ്റി ടീനു? നീ എന്തിനാ കരയുന്നത്? ചോട്ടുമാനെ, ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി ആഹാരം തപ്പി ഇറങ്ങിയതായിരുന്നു. തിരിച്ചു ചെന്നപ്പോ ചൂട് കാരണം വെള്ളം കുടിക്കാത്തതും കൊണ്ട് എന്റെ കുഞ്ഞ് മരിച്ചുപോയി. ഇത് കേട്ട് 3 പേർക്കും ഒരുപാട് സങ്കടമായി. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ചൂട് കൂടി വന്നു. തടാകത്തിലെ വെള്ളം പതുക്കെ പതുക്കെ വറ്റിത്തുടങ്ങി. ഒരുപാട് പക്ഷികൾ ഈ ചൂട് കാരണം കുഴഞ്ഞു വീഴാനും തുടങ്ങി. ഒരു ദിവസം ചോട്ടുമാൻ തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയി. അവൻ നോക്കുമ്പോ തടാകം പകുതി വറ്റിക്കഴിഞ്ഞിരുന്നു. എന്തൊരു ദാഹമാണ്! ഈ കുളം എപ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ കാട്ടുവാസികളൊക്കെ എന്തു ചെയ്യും? ചോട്ടുമാൻ നല്ലൊരു ആലോചനയിലായി. അവൻ ഒരു ചെടിയുടെ അടുത്ത് പോയിരുന്നു. അപ്പോ ഒരു ശബ്ദം അവൻ കേട്ടു. നീലിമാലാഖേ, നീ എന്റെ ആഗ്രഹം നിറവേറ്റി തന്നില്ല. ഇനി കണ്ടോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ദുഷ്ട മനുഷ്യ, ഞാൻ നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്നതല്ലേ? ഇപ്പൊ നീ ആഗ്രഹിക്കുന്ന കാര്യം മറ്റു മനുഷ്യർക്ക് ഉപദ്രവം വരുന്നതാ. അങ്ങനത്തെ ഒരു ആഗ്രഹം ഞാൻ എങ്ങനെ നിനക്ക് സാധിച്ചു തരും? ചെയ്തു തരുന്നില്ലെങ്കിൽ നീ മരിക്കാൻ തയ്യാറായിക്കോ. വേട്ടക്കാരൻ ഒരു കുഴി കുത്തി ആ കുപ്പി അതിൽ വെച്ചു. എന്നിട്ട് അതിൽ മണ്ണിട്ട് അവിടുന്ന് പോയി. ചോട്ടുമാൻ ആ വഴിയിലൂടെ നടക്കുകയായിരുന്നു. അപ്പൊ അവൻ ഒരു ശബ്ദം കേട്ടു. എന്റെ മരണം ഉറപ്പായി. ഈ കാട്ടിൽ എന്നെ സഹായിക്കാൻ ഒരാൾ പോലുമില്ല. എന്നെ കേൾക്കാൻ പോലും ഒരാളില്ല. ചോട്ടുമാൻ അവന്റെ കാലുകൾ കൊണ്ട് ആ കുഴി കുത്താൻ തുടങ്ങി. അപ്പോഴേക്കും അവൻ ആ കുപ്പി കണ്ടു. പേടിക്കേണ്ട നീലിമാലാകെ, ചോട്ടുഹിരൻ ഉള്ളിടത്തോളം നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ചോട്ടുമാൻ ആ കുപ്പിയിലെ അടപ്പങ്ങ് തുറന്നു. അപ്പൊ നീലമാലാക അതിൽ നിന്നും പുറത്തു ചാടി അവളുടെ ശരിക്കുള്ള രൂപത്തിൽ വന്നു. പക്ഷെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി നീലിമാലാകെ? എന്താ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കാത്തത്? ചോട്ടുമാനെ, എല്ലാ മാലാകയും ജീവിച്ചിരിക്കണമെങ്കിൽ ദിവസം 3 മുല്ലപ്പൂ കഴിച്ചിരിക്കണം. ആ ദുഷ്ട മനുഷ്യൻ കഴിഞ്ഞ 6 ദിവസമായിട്ട് ഈ കുപ്പിൽ എന്നെ അടച്ചു വച്ചേക്കുക. അതുകൊണ്ട് എന്റെ ആരോഗ്യം പോയി. എന്റെ ശക്തികൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല, പറക്കാൻ പറ്റുന്നില്ല. ഞാനിനി മരിക്കാൻ പോവുകയാ. നിങ്ങൾ വിഷമിക്കണ്ട. എങ്ങനെ നിങ്ങളെ രക്ഷിക്കേണ്ടത്? ആ പൂവ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നാ മതിയോ? അതെ, വൈകുന്നേരത്തിനുള്ളിൽ നീ കൊണ്ടു തന്നാൽ ഞാൻ രക്ഷപ്പെടും. എനിക്കറിയാം മുല്ലപ്പൂക്കൾ എവിടെയുള്ളതെന്ന്. ഞാൻ ഉടൻ തന്നെ പോയി കൊണ്ടുവരാം. ചോട്ടുമാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. നന്നായി ദാഹിക്കുന്നുണ്ടല്ലോ. കുറച്ച് വെള്ളം കുടിച്ചേക്കാം, എങ്കിലേ മുന്നോട്ട് പോകാനുള്ള ധൈര്യം ഉണ്ടാവും. ചോട്ടുമാൻ തടാകത്തിൽ പോയി നോക്കിയപ്പോ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാമു ആന, കുറുക്കൻ, കഴുതപ്പുലി, ചെന്നായ, മറ്റു മൃഗങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അല്ല, നിങ്ങൾക്കൊക്കെ ഇത് എന്താ പറ്റിയത്? ഞങ്ങൾക്കൊക്കെ നന്നായി ദാഹിക്കുന്നുണ്ട്, പക്ഷേ കുളത്തിലെ വെള്ളം എത്ര വേഗത്തിലാണ് വറ്റുന്നതെന്ന് ഞങ്ങൾ ചിന്തിച്ചു. അവസാന ശ്വാസത്തിലെ വെള്ളം കുടിക്കുള്ളൂ എന്ന്. ഞങ്ങൾ ഈ വെള്ളം കുടിച്ചാൽ മറ്റു മൃഗങ്ങളെല്ലാം ദാഹിച്ച് മരിച്ചു പോവും. എനിക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളെല്ലാവരും മരിച്ചു പോവും. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരാളുടെ ജീവൻ രക്ഷിക്കും. ഇത് പറഞ്ഞ് ചോട്ടുമാൻ വെള്ളം കുടിക്കാതെ തന്നെ അവിടുന്ന് പുറപ്പെട്ടു.
കാരണം അവൻ ആഗ്രഹിച്ചു ആ തടാകത്തിലെ വെള്ളം അവൻ കാരണം വറ്റരുതെന്ന്. ഭയങ്കര ചൂടായിരുന്നു. ചോട്ടുമാനാണേൽ നല്ല ദാഹിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഓടാനൊക്കെ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് നീലമാലാകയും മരിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. വേറൊരു വശത്ത് മറ്റു മൃഗങ്ങൾ മരിക്കാൻ കിടക്കുന്നു. ഇങ്ങനൊരവസ്ഥയിൽ ചോട്ടുമാന്റെ തലയിൽ ഒരുപാട് കാര്യം ഓടുകയായിരുന്നു. അരമണിക്കൂറുടെ യാത്രയ്ക്ക് ശേഷം അവൻ ഒരു പൂന്തോട്ടത്തിലെത്തി. ഒരുപാട് തപ്പിയതിനു ശേഷം അവന് മുല്ലപ്പൂവിന്റെ ചെടി കണ്ടെത്താനായി. ദൈവത്തിന് നന്ദി, മുല്ലപ്പൂക്കൾ കിട്ടിയല്ലോ. മുല്ലപ്പൂ കുറച്ച് പറിച്ചെടുത്ത് അവൻ അവിടുന്ന് പുറപ്പെട്ടു. പക്ഷെ അവന് ഒട്ടും നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നിട്ടും മാലാഖയുടെ ജീവൻ രക്ഷപ്പെടുത്താൻ അവൻ അവന്റെ ധൈര്യം വിട്ടില്ല. അങ്ങനെ അവൻ അവിടെ എത്തി. ഇതാ നീലിമാലാഖേ, ഞാൻ മുല്ലപ്പൂക്കൾ കൊണ്ടുവന്നു. മാലാഖ തളർന്ന ശബ്ദത്തിൽ പറഞ്ഞു, താ, എന്റെ കയ്യിലോട്ട് താ. ചോട്ടുമാൻ ആ പൂ മാലാഖയുടെ കയ്യിൽ കൊടുത്തു. മാലാഖ ഓരോ പൂവായ 3 പൂവും തിന്നു. എന്നിട്ട് കുറച്ചു നേരം വിശ്രമിച്ചു. പതുക്കെ അവളുടെ ആരോഗ്യം വീണ്ടും കിട്ടാൻ തുടങ്ങി. വാടിയിരുന്ന മുഖം മിന്നിത്തിളങ്ങി ചിരിക്കാൻ തുടങ്ങി. എണീറ്റ് നിൽക്കാനും പറ്റി. ഞാൻ പഴയതുപോലെയായി. ഇതിന്റെ കാരണം നീയാണ് ചോട്ടുമാൻ. എനിക്ക് സന്തോഷമേ ഉള്ളൂ, നിങ്ങളെ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് ചോട്ടുമാൻ തളർന്ന് തറയിലോട്ടങ്ങ് വീണു. അയ്യോ ചോട്ടുമാനെ, നിനക്കെന്താ പറ്റിയത്? ഞാൻ രാവിലെ തൊട്ട് ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ്. കുളമാണെങ്കിൽ വറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ മൃഗങ്ങളും കുളത്തിന് ചുറ്റുമുണ്ട്. അവർക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി ഞാൻ കുളത്തിലെ വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചു. എന്റെ ചോട്ടുമാനെ, നീ എന്ത് സഹായിയാന്നറിയാമോ? നീ ഒട്ടും ഇനി വിഷമിക്കേണ്ട, ഞാൻ എല്ലാം ശരിയാക്കി തരാം. മാലാഖ അവളുടെ മാന്ത്രിക വടിയെടുത്ത് 2 പേരെയും തടാകത്തിൽ എത്തിച്ചു. അവിടെ ബാക്കി എല്ലാ മൃഗങ്ങളും വളരെ അവശ നിലയിൽ അവിടെ ഇരിക്കുകയായിരുന്നു. തടാകം മുഴുവൻ രീതിയിലും വറ്റിയിരുന്നു. ചോട്ടുമാനെ, നീ വന്നോ? വളരെ നന്നായി. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഭൂമിയിൽ നിന്ന് പോവാം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല കൂട്ടുകാരെ. മാലാഖ സ്വന്തം മാന്ത്രിക വടിയെടുത്ത് തടാകത്തിൽ കാണിച്ച് തടാകത്തിൽ വെള്ളം മുഴുവൻ നിറച്ചു. അത് കണ്ട് എല്ലാരും എണീറ്റ് വെള്ളം കുടിക്കാൻ തുടങ്ങി. വെള്ളം കുടിച്ചതോടെ എല്ലാവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടി. എല്ലാവരുടെ മുഖത്ത് സന്തോഷം വന്നു. നീലിമാലാഖേ, നിങ്ങൾ കാരണം ഞങ്ങളുടെ ജീവൻ ഇന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. അല്ല, എന്റെ ജീവൻ രക്ഷിച്ചത് ചോട്ടുമാനാ. അതുകൊണ്ടാ എനിക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റിയേ. നിനക്ക് നന്ദിയുണ്ട് സുഹൃത്തെ. ഈ കാട്ടുവാസികൾക്കെല്ലാം വളരെ സന്തോഷമായി. നിന്നെപ്പോലൊരു പരോപകാരി ഈ കാട്ടിലുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞത് ശരിയാ. എനിക്ക് നിങ്ങളോട് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ തടാകം ഇനി ഒരിക്കലും പറ്റുകയില്ല. രാവിലെ നിങ്ങൾ എത്ര വെള്ളം കുടിച്ചു തീർക്കുമോ, രാത്രിയാവുമ്പോ അതേ അളവിൽ തടാകത്തിൽ വെള്ളം നിറയുകയും ചെയ്യും. ആഹാ, അത് അടിപൊളിയായിട്ടുണ്ട്. ഇത് പറഞ്ഞ് എല്ലാരും തടാകത്തിൽ അങ്ങ് ചാടി. എന്നിട്ട് ആനന്ദത്തോടെ കുളിച്ചു. ചോട്ടുമാനും മാലാഖയും അവരെല്ലാരെയും കണ്ട് സന്തോഷത്തിൽ ചിരിക്കാൻ തുടങ്ങി.